റീസെന്റ് സുപ്രീം കോർട്ട് തമിഴ്നാട് സർക്കാരിന്റെ ഒരു ഹർജിക്ക് തീരുമാനമെടുക്കുകയുണ്ടായി. പ്രസിഡന്റിനും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട്. ഈ ജഡ്ജ്മെന്റ് അസാധുവാണെന്ന് പറഞ്ഞ് ഒരുപാട് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു ലീഗൽ ക്ലാരിറ്റി തരാൻ പറ്റുമോ? ആക്ച്വലി തമിഴ്നാട്ടിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് കേരളത്തിലും ഉണ്ടായതാണ്. ഒരുപാട് ബില്ലുകൾ അവർ നിയമസഭയിൽ പാസ്സാക്കി. പക്ഷെ ആ ഒരു ബില്ലുകൾ ചില ബില്ലുകൾ ഗവർണർ ഹോൾഡ് ചെയ്ത് വെച്ചു, ചില ബില്ലുകൾ ഗവർണർ പ്രസിഡന്റിന് വിട്ടു. അപ്പോൾ ഇതിന് എതിരായിട്ട് അവർക്ക് ബില്ലുകൾ പാസ്സാക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിനെതിരായിട്ടാണ് അവർ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജിയായിട്ട് പോയത്. ശരിക്കും അതാണ് തമിഴ്നാട്ടിലുണ്ടായ ഒരു ഇഷ്യൂ. ഈ ജഡ്ജ്മെന്റ് അസാധുവാണെന്ന് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലുള്ള സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഇന്ത്യയിൽ 3 സിസ്റ്റമാണുള്ളത്. ഒന്ന് എക്സിക്യൂട്ടീവ് സിസ്റ്റം, പിന്നെ ലെജിസ്ലേറ്റീവ് സിസ്റ്റം, പിന്നെ ജുഡീഷ്യറി സിസ്റ്റം. അപ്പൊ അതിൽ എക്സിക്യൂട്ടീവ് സിസ്റ്റമാണ് ഏറ്റവും പവർഫുൾ. അത് ഹെഡ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന്റെ അണ്ടറിൽ ഗവർണർമാർ ഓരോ സ്റ്റേറ്റിലുണ്ടായിരിക്കും. പിന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ കളക്ടർമാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും, എല്ലാ സ്റ്റേറ്റിലും ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും, എല്ലാ ഡിസ്ട്രിക്റ്റിലും മേയർമാരുണ്ടായിരിക്കും. അതാണ് ലെജിസ്ലേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ജുഡീഷ്യറി വെച്ച് നോക്കുകയാണെങ്കിൽ സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട്. അപ്പൊ അതാണ് ഒരു സിസ്റ്റം. ഇവർക്ക് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് വരുന്നത്, ഡിഫറെന്റ് റോൾസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് ആക്ച്വലി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെതിരെ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയാ സിവിൽ കേസോ അല്ലെങ്കിൽ പ്രസിഡന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓൾറെഡി പ്രസിഡന്റിന് അതിന്റെ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ വാലിഡ് അല്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കി ഇത്ര ടൈമിനുള്ളിൽ പ്രസിഡന്റ് അത് തീരുമാനം എടുക്കണം എന്നുള്ളത്. ഇൻ കേസ് പ്രസിഡന്റ് അത് തീരുമാനം എടുത്തില്ല എന്ന് വെക്കി പ്രസിഡന്റിനെതിരെ മൂവ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഒരു പോസിറ്റീവ് നോട്ടായിട്ട് നമുക്ക് എടുക്കാം. പ്രസിഡന്റ് ആണെങ്കിലും ഗവർണർ ആണെങ്കിലും അവര് ഇതൊരു സജഷൻ ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഉള്ള ഈ ജഡ്ജ്മെന്റ് എന്താണ്? ആക്ച്വലി ഏത് ബില്ലുകൾ പാസ്സാക്കാനായിട്ട് വന്നു കഴിഞ്ഞാലും വിതിൻ 2 months അതിനുള്ളിൽ അവർക്ക് തീരുമാനം എടുക്കണം എന്നാണ് പുതിയ ഒരു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. ഇൻ കേസ് അവരത് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഗവർണർ അത് റിഫ്യൂസ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതും അവർ പാസ്സാക്കിയ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് പാസ്സാക്കണമെന്ന് നിർബന്ധമാണ്. ഇനി പ്രസിഡന്റിന്റെ കയ്യിലാണ് ആ ബില്ല് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിതിൻ 2 months പ്രസിഡന്റും അതിൽ തീരുമാനം എടുക്കണം. റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ഷന്റെ റീസൺ മെൻഷൻ ചെയ്യണം എന്നാണ് ഈ ഒരു പുതിയ ജഡ്ജ്മെന്റ്. ആക്ച്വലി അത് കോൺട്രവേഴ്ഷ്യൽ അല്ല, വളരെ സിമ്പിൾ ആണ്.